പ്രിയ മേഡം രാശിക്കാരെ, ചിങ്ങം രാശിയിൽ ചന്ദ്രന്റെ പ്രതികൂല ഊർജങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇന്ന് നിങ്ങളുടെ മനോഹരമായ വ്യക്തിത്വം നിരവധി ആരാധകരെ ആകർഷിക്കും. നിങ്ങൾ നേടുന്ന എന്തിലും, നിങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ കാര്യത്തിലും നിങ്ങൾ എപ്പോഴും മുന്നിട്ട് നിൽക്കും. ഈ നിമിഷം നിങ്ങളുടെ ജനപ്രീതി എക്കാലത്തെയും ഉയർന്ന നിലയിലാണ്. വിജയത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ആശയവിനിമയശേഷി നിങ്ങളുടെ വിജയത്തിൽ ഒരു പ്രധാന ഘടകമാണ്. നിങ്ങളുടെ നിലവിലെ പ്രവർത്തനരീതി നിലനിർത്തുക. നിങ്ങളുടെ അഹങ്കാരമോ ഈഗോയോ വിജയത്തിന് തടസ്സമാകാൻ അനുവദിക്കരുത്. തൽഫലമായി ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യും. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നത് നിങ്ങൾക്ക് ദിവസത്തിലെ ഏറ്റവും നല്ല സമയം വൈകുന്നേരം 4 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് എന്നാണ്. ഇന്ന് വെള്ളയാണ് നിങ്ങളുടെ ഭാഗ്യനിറം. ഈ വർഷം ശനിയുടെ ശക്തമായ സാന്നിധ്യം കാരണം താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് നെഗറ്റിവിറ്റിയും മറഞ്ഞിരിക്കുന്ന വെല്ലുവിളികളും അകറ്റി നിർത്താൻ ഏതെങ്കിലും സംരക്ഷണ രത്നമോ തകിടോ ധരിക്കാൻ നിർദ്ദേശിക്കുന്നു. പ്രതിവിധി: പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പ്രിയ ഇടവം രാശിക്കാരെ, ചന്ദ്രൻ ചിങ്ങം രാശിയിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഊർജ്ജസ്വലത അനുഭവപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മുക്തി നേടാൻ തയ്യാറാകുകയും ചെയ്യും. ഇടവം രാശിക്കാരെ, നിങ്ങൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ശീലങ്ങളും ഉപേക്ഷിച്ച് പുതിയ നല്ല ശീലങ്ങൾ ആരംഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കണ്ടെത്താം. ഇത് നിങ്ങളുടെ ബന്ധങ്ങളെ ഈ പുതിയ വെളിച്ചത്തിൽ പുനർമൂല്യനിർണ്ണയം ചെയ്യുന്നതിലേക്ക് പോലും നയിച്ചേക്കാം. ഇത് ആത്മപരിശോധനയ്ക്ക് ഒരു മികച്ച ദിവസമാണ്. അതിനാൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒരുക്കാനും ദീർഘോദ്സായത്തിനായി സ്വയം ഒരുക്കാനും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ നിശ്ചയിച്ച പുതിയ ലക്ഷ്യങ്ങളിൽ പ്രചോദിതരായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പിങ്ക് നിറം നിങ്ങൾക്ക് ഇന്നത്തെ ഭാഗ്യകരമായ നിറമാണ്. ഇന്ന് ദിവസത്തിലെ ശുഭസമയം വൈകുന്നേരം 5:20 മുതൽ വൈകുന്നേരം 7:20 വരെയാണ്. ഈ വർഷം രാഹു നിങ്ങളുടെ ചാർട്ടിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനാൽ ബന്ധങ്ങളിൽ ഐക്യം വളർത്തുന്നതിനായി വിശ്രമിക്കാനുള്ള ഇടവേള എടുക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ശുപാർശ ചെയ്യുന്നു. പ്രിയ മിഥുനം രാശിക്കാരെ, സിംഹം രാശിയിൽ ചന്ദ്രൻ ഉള്ളതിനാൽ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നത് ഈ ദിവസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നാണ്. ഇത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുകയും സന്തോഷമായിരിക്കുകയും ചെയ്യുക. നിങ്ങൾ ശാന്തമായ മാനസികാവസ്ഥയിലായിരിക്കും. നിങ്ങളുടെ വികാരങ്ങളിൽ മികച്ച നിയന്ത്രണവും ഉണ്ടാകും. ജോലിക്ക് ശേഷം പ്രിയപ്പെട്ടവരുമായി നല്ല സമയം ആസ്വദിക്കും. തീർപ്പാക്കാത്ത പേയ്മെന്റുകൾ ലഭിക്കാൻ തുടങ്ങുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി കാണപ്പെടുന്നു. കടം വാങ്ങിയവർ നിങ്ങൾ നൽകിയ വായ്പകൾ തിരിച്ചടയ്ക്കും. ഇന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുതലായതിനാൽ നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാക്കാൻ പ്രവർത്തിക്കുക. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിക്കുകയും നിങ്ങൾ അതിന്റെ പൂർണ്ണ പ്രയോജനം നേടുകയും ചെയ്യും. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 12:15 വരെ ചെയ്യുന്ന എന്തും മികച്ച ഫലങ്ങൾ നൽകും. ഇന്ന് ഓറഞ്ച് നിറം അനുകൂലമാണ്. 2026 വർഷത്തിൽ വ്യാഴം അവസരങ്ങളോടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനാൽ 1 അല്ലെങ്കിൽ 1ന്റെ ഉപയോഗം സാമ്പത്തിക ഭാഗ്യം വർദ്ധിപ്പിക്കും. പരിഹാരം: വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയ കർക്കടക രാശിക്കാരെ, ചിങ്ങം രാശിയിലെ ചന്ദ്രന്റെ സ്വാധീനത്താൽ ഇന്ന് നിങ്ങൾക്ക് അല്പം നിരാശയും തോന്നിയേക്കാം. എന്നിരുന്നാലും താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നത് സാഹചര്യം ഏറ്റവും മികച്ച രീതിയിൽ നിയന്ത്രിക്കാൻ നിങ്ങളുടെ മനോവീര്യം ഉയർത്തിപ്പിടിക്കുക എന്നതാണ്. നിങ്ങളുടെ വികാരങ്ങളെയും ദേഷ്യത്തെയും നിയന്ത്രിക്കണം. നിങ്ങളുടെ വാക്കുകളാൽ ആളുകളെ വേദനിപ്പിക്കാതിരിക്കാൻ നിങ്ങളുടെ സംസാരം തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കണം. മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ അതീവ ക്ഷമ പാലിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുക. തവിട്ട് നിറത്തിലുള്ള എന്തെങ്കിലും തിരഞ്ഞെടുക്കാം, കാരണം അത് ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യനിറമാണ്. കൂടാതെ നിങ്ങളുടെ വിജയത്തിനായി നിങ്ങളുടെ ഏറ്റവും ശുഭകരമായ ജോലികൾ വൈകുന്നേരം 3:30 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ ഷെഡ്യൂൾ ചെയ്യാൻ ശ്രമിക്കുക. വ്യാഴം വ്യക്തിഗത വളർച്ചയെ അൺലോക്ക് ചെയ്യുന്നതിനാൽ അത് നിങ്ങളുടെ സഹജാവബോധങ്ങളെ ക്രമീകരിക്കാനും വൈകാരിക ഐക്യം കൊണ്ടുവരാനും സഹായിക്കും. പരിഹാരം: പഴയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ചിങ്ങം രാശിയിൽ ചന്ദ്രന്റെ സ്ഥാനം കാരണം നിങ്ങളിൽ ചിലർ കൂടുതൽ ക്ഷമയും ശുഭാപ്തി വിശ്വാസവും ഉള്ളവരായി മാറും.
നിങ്ങളുടെ ലക്ഷ്യങ്ങളും തന്ത്രങ്ങളും വിലയിരുത്തുന്നത് ഈ ആഴ്ച നിങ്ങളുടെ സമയം വളരെയധികം ഉപയോഗപ്പെടുത്താം. എന്നിരുന്നാലും, വ്യക്തിപരമായോ തൊഴിൽപരമായോ ഉള്ള കാരണങ്ങളാൽ നിങ്ങൾ അങ്ങേയറ്റത്തെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. മുന്നോട്ട് ചിന്തിക്കാനും ഭാവിക്കായി ആസൂത്രണം ചെയ്യാനും ഇത് നിങ്ങൾക്ക് നല്ല സമയമാണ്. ബന്ധങ്ങളുടെ കാര്യത്തിൽ പ്രിയപ്പെട്ടവരുമായുള്ള തെറ്റിദ്ധാരണകൾ വേഗത്തിൽ പരിഹരിക്കേണ്ടത് പ്രധാനമാണ്. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം പ്രധാനപ്പെട്ട ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കൂടാതെ ഇന്ന് വെള്ള വസ്ത്രം ധരിക്കുന്നത് ഒഴിവാക്കുക. ഈ വർഷം രാഹുവിന്റെ തീവ്രതയെ ചെറുക്കാൻ വ്യക്തതയ്ക്കായി എന്തെങ്കിലും വെക്കുകയോ ധരിക്കുകയോ ചെയ്യുക. പരിഹാരം: ഒരു പുസ്തകം വായിക്കുക. പ്രിയ കന്നിരാശിക്കാരെ, ചിങ്ങം രാശിയിൽ ചന്ദ്രൻ നിങ്ങളുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥയുടെയും ഐക്യത്തിന്റെയും ഒരു ബോധം നൽകിയേക്കാം. എന്നിരുന്നാലും, നിങ്ങളുടെ ജീവിതത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏതെങ്കിലും മോശം ഊർജത്തെക്കുറിച്ച് നിങ്ങൾ ജാഗ്രത പാലിക്കണം. കന്നിരാശിയുടെ ദൈനംദിന ജാതകം അനുസരിച്ച് ചെറിയ തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം. അത് നിങ്ങളുടെ വികാരങ്ങളെ മങ്ങിച്ചേക്കാം. കൂടാതെ സജീവമായിരിക്കുക, എല്ലാം ക്രമത്തിലാണെന്ന് ഉറപ്പാക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെടുക. വൈകുന്നേരം 7 മണിക്കും 8:30 മണിക്കും ഇടയിൽ പ്രധാനപ്പെട്ട എന്തും പൂർത്തിയാക്കണം. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ഒലിവ് പച്ചയാണ് ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം. ശനിയുടെ നിയന്ത്രിത ഊർജത്തെ തടയാൻ കഴിയും. പ്രതിവിധി: ഒരു പുതിയ ഹോബി പരീക്ഷിക്കുക. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നതിനാൽ നിങ്ങൾക്ക് പല തലങ്ങളിലും സന്തോഷം തോന്നും. ജോലിയുടെ കാര്യത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു, നിങ്ങളുടെ ജോലി പ്രൊഫൈൽ മെച്ചപ്പെടുത്തുന്നതിനോ മാറ്റുന്നതിനോ നിങ്ങൾ വേണ്ടത്ര കഠിനാധ്വാനം ചെയ്താൽ നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയും. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് അടുക്കാൻ ഈ ഭാഗ്യകരമായ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പക്ഷേ നിരാശപ്പെടരുത്. നല്ല കാര്യങ്ങൾ നിങ്ങളുടെ വഴിയിൽ വരും. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയോജനകരമായ പ്രപഞ്ചശക്തികളെ സജീവമാക്കാൻ കടും നീല നിറം ധരിക്കുക. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 8 മണി വരെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും. അതിനാൽ അതനുസരിച്ച് ആസൂത്രണം ചെയ്യുക. 2026-ൽ ശനിയുടെ ശക്തമായ ഊർജം സ്ഥിരപ്പെടുത്തുന്നതിന് താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഒരു ഉചിതമായ പ്രതിവിധി ശുപാർശ ചെയ്യുന്നു. പ്രതിവിധി: പതിവായി വ്യായാമം ചെയ്യുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ഏതെങ്കിലും തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് സൂക്ഷിക്കുക. കാരണം ചെറിയ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രവചിക്കപ്പെടുന്നു. ചന്ദ്രൻ ചിങ്ങം രാശിയിൽ ആയിരിക്കുമ്പോൾ ഉത്കണ്ഠയും തിടുക്കത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാക്കിയേക്കാം. നിയന്ത്രണാതീതമാവാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഭിപ്രായ വ്യത്യാസം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവെടുക്കുകയും അല്പം പിരിമുറുക്കമുള്ളതാവുകയും ചെയ്തേക്കാം. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ പ്രവചനങ്ങൾ അനുസരിച്ച് ഇന്ന് തർക്കങ്ങൾ ഒഴിവാക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളെ കൂടുതൽ സന്തോഷവാനാക്കും. നീല നിറത്തിലുള്ള എന്തെങ്കിലും ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യവും ഐക്യവും നൽകിയേക്കാം. വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ ഉള്ള സമയം ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഈ വർഷം ശനിയുടെ ചില തീവ്രഘട്ടങ്ങൾ കാരണം വൈകാരിക ഐക്യം വർദ്ധിപ്പിക്കുന്നതിനായി ഒരു റോഡോണൈറ്റ് പെൻഡന്റ് ധരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു റോസ് ക്വാർട്സ് ടംബിൾ അടുത്ത് സൂക്ഷിക്കുന്നതോ നിർദ്ദേശിക്കപ്പെടുന്നു. പരിഹാരം: ശാന്തമായ സംഗീതം കേൾക്കുക. പ്രിയ ധനുരാശി, ചിങ്ങം രാശിയിൽ ചന്ദ്രന്റെ സ്ഥാനം കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിരാശയും അനുഭവപ്പെടാം. നിങ്ങൾ സ്വയം നിശ്ചയിച്ച പദ്ധതികളും ലക്ഷ്യങ്ങളും നേടാൻ പ്രയാസമായേക്കാം. ഇത് നിങ്ങളുടെ ഉൽപ്പാദനക്ഷമതയെ ബാധിക്കുകയും നിങ്ങളെ അസന്തുഷ്ടരാക്കുകയും ചെയ്യും. ഈ പ്രശ്നങ്ങളെക്കുറിച്ച് വിഷമിക്കേണ്ട, കാരണം അവ താൽക്കാലികം മാത്രമാണ്. സ്വർണ്ണ മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും ധരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. ഇത് ഇന്ന് നിങ്ങളുടെ ഭാഗ്യനിറമായി കണക്കാക്കപ്പെടുന്നു. ദിവസത്തിലെ ശുഭസമയം വൈകുന്നേരം 6:30-ക്കും രാത്രി 8 മണിക്കും ഇടയിലാണ്. വ്യാഴം സമൃദ്ധി വർദ്ധിപ്പിക്കുന്നതിനാൽ സ്ഥിരമായ പുരോഗതിക്കായി എന്തെങ്കിലും കൊണ്ടുപോകുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിക്കുക. പ്രതിവിധി: നന്ദി പരിശീലിക്കുക.
പ്രിയ മകരം രാശിക്കാരെ, ചന്ദ്രൻ ചിങ്ങം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ വ്യക്തതയോടെ ആശയവിനിമയം നടത്താൻ ശ്രമിക്കേണ്ടിവരും. നിങ്ങൾ പുതിയ ആശയങ്ങളാൽ നിറഞ്ഞവരാണ്, പക്ഷേ അവ ആശയവിനിമയത്തിൽ നഷ്ടപ്പെട്ടുപോകുന്നു. വ്യക്തമായി സംസാരിക്കുക. നിങ്ങൾ കൈമാറുന്ന കാര്യങ്ങളുടെ യഥാർത്ഥ അർത്ഥം സ്വീകരിക്കുന്നയാൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഈ ശ്രമം ഭാവിയിൽ നിങ്ങൾക്ക് ധാരാളം നിരാശകൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. ഈ ദിവസത്തേക്കുള്ള നിങ്ങളുടെ ഭാഗ്യനിറം മഞ്ഞയാണ്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ അനുയോജ്യമായി കണക്കാക്കപ്പെടുന്നു. ഈ വർഷം രാഹു നിങ്ങളുടെ ദിനചര്യകളെ തടസ്സപ്പെടുത്തുന്നതിനാൽ ആന്തരിക സ്ഥിരത ശക്തിപ്പെടുത്തുന്നതിന് അനുയോജ്യമായ ഒരു രത്നമോ അല്ലെങ്കിൽ ആത്മീയ പരിഹാരമോ സ്വീകരിക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ശുപാർശ ചെയ്യുന്നു. പ്രതിവിധി: സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയ കുംഭം രാശിക്കാരെ, നിങ്ങളിൽ ചിലർക്ക് ഇന്ന് ഉണരുമ്പോൾ പിരിമുറുക്കവും ഉത്കണ്ഠയും അനുഭവപ്പെട്ടേക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ ചില അടിസ്ഥാനപരമായ പിരിമുറുക്കത്തിന്റെ ഫലമായിരിക്കാം ഇത്. എന്നാൽ വിഷമിക്കേണ്ട. ചിങ്ങം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നത് ഏത് വിഷമകരമായ സാഹചര്യത്തിൽ നിന്നും പുറത്തുവരാൻ നിങ്ങളെ സഹായിച്ചേക്കാം. നിങ്ങളുടെ വികാരങ്ങളോട് പ്രതികരിക്കുന്നതിന് പകരം അവയെ ശ്രദ്ധിക്കുക. ജീവിതം ഒരിക്കലും ഒരു പൂമെത്തയായിരിക്കില്ല. പകരം ഓരോ പ്രശ്നത്തെയും വ്യക്തിഗത വളർച്ചയ്ക്കുള്ള അവസരമായി കാണുക. ശാന്തമായ മനസ്സ് നിങ്ങൾക്ക് ദിവസം എളുപ്പത്തിൽ കടന്നുപോകാൻ സഹായിക്കും. ഇന്ന് ചാരനിറം നിങ്ങളുടെ ഭാഗ്യനിറമായിരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണിവരെ ഉള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ഈ വർഷം ശനി ദീർഘകാല ശ്രമങ്ങളെ സ്വാധീനിക്കുന്നതിനാൽ സമർപ്പണം ശക്തിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കാം. പ്രതിവിധി: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ചിങ്ങം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളെ ഉപദേശിക്കുന്നത് അധികാരത്തിലുള്ളവരുമായി യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാക്കരുത് എന്നാണ്. ഇന്ന് നിങ്ങൾക്ക് സർക്കാർ ജോലിയുണ്ടെങ്കിൽ ശ്രദ്ധയോടെ മുന്നോട്ടു പോകുക. കാരണം അത് വളരെ അധികവും ഭാരമുള്ളതുമായിരിക്കാം. ഇന്ന് നിങ്ങളിൽ ചിലർക്ക് ബുദ്ധിമുട്ടുള്ള ദിവസമായി മാറിയേക്കാം. അതിനാൽ ശാന്തമായ മനസ്സോടെ ഇരിക്കുന്നത് സഹായകമാകും. കർശനമായ നിയമങ്ങളുള്ള ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിങ്ങൾ കുടുങ്ങിയതായി തോന്നുന്നുവെങ്കിൽ അധികാരത്തിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് സഹായം തേടുന്നത് നല്ല ആശയമായിരിക്കും. ഭാഗ്യത്തിനായി നീല നിറം ധരിക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1:15 വരെയുള്ള സമയം തീരുമാനമെടുക്കാൻ അനുയോജ്യമാണ്. പ്രതിവിധി: ഒരു ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്യുക.